നാമം അഴിക്കപ്പെടുവാനും ഭൂമിയിലേക്ക് യോഹന്നാൻ വാഗ്ദാന എലീശബെത്തിനും സക്കറിയ പുരോഹിതനും ജനിക്കുകയുണ്ടായി. എന്നാൽ നാം ആലോചിക്കുമ്പോൾ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും പുരുഷന്മാർക്കും കുടുംബമധ്യേ എല്ലാവർക്കും ഒരുപോലെ വിശുദ്ധമാക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഇന്ന് വിശുദ്ധ യോഹന്നാൻ വാഗ്ദാനയുടെ ജനനദിനം. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ദിനം കൂടിയാണ് ഇന്ന്. Rabindranath Tagore once said, "Every child is born to this world with a bundle of opportunities." 1000 opportunities ഓടുകൂടിയാണ് ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിക്കപ്പെടുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ഇന്ന് സഭയിലും സമൂഹത്തിലും ഒരു കുഞ്ഞിന് വളർന്നു വരുവാനുള്ള സാഹചര്യം ഒരുക്കപ്പെടുന്നില്ല എന്ന് നാം കാണുന്നു. എന്തുകൊണ്ടോ പണ്ട് പ്രയാസങ്ങളുടെ കാലത്ത്, പ്രതികൂലതകളുടെ കാലത്ത് വളർന്നു വരുവാനുള്ള സാഹചര്യവും പ്രാർത്ഥന മുടക്കാതെയുള്ള ജീവിതവും ഇന്ന് പല പിതാക്കന്മാരുടെ കയ്യിലും നാം കാണുന്ന തഴമ്പുകളൊക്കെ വെറുതെ ആയിരുന്നു. പ്രാർത്ഥന കൊണ്ട് ഒരുക്കപ്പെട്ട തീയിൽ സ്വർണം ഒരുക്കപ്പെടുന്നത് പോലെ അവർ ഒരുക്കപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് പല പിതാക്കന്മാരും സഭയുടെ സ്ഥാനികളും ഒക്കെ ഇന്ന് ആയിരിക്കുന്നത്. ഏത് സ്ഥാനമായിക്കൊള്ളട്ടെ, വിതൗട്ട് പെയിൻ, വിതൗട്ട് സാക്രിഫൈസ്, വിതൗട്ട് സഫറിംഗ്, no one has become nothing. Think about it. We all have become something in this world because of our forefathers' prayers. Am I right? Without anyone's forefathers' prayer, if I am standing here, it is only because of my parents, my forefathers' prayers. We all having it. We all having bundle of opportunities. We all having bundle of places, but utilize it. We need prayer. We need prayer, suffering, and sacrifice to become something in this world. So മാതാപിതാക്കന്മാരുടെ ഉപദേശവും മാതാപിതാക്കന്മാരുടെ വളർച്ചയിലുള്ള ഊന്നലും കുട്ടികൾക്ക് ഏറെ അനിവാര്യമായ കാലമാണ് ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക് ഇത് ഏറെ പ്രധാന കാലം. എന്തുകൊണ്ടോ സഭയുടെയും സമൂഹത്തിന്റെയും മുൻനിരയിലേക്ക് കുഞ്ഞുങ്ങൾ ഏറെ പുറകിലേക്ക് മാറ്റപ്പെടുന്നു. കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുതെന്ന യേശുദമ്പുരാൻ പറയുന്നത്. പക്ഷെ നമ്മൾക്കെല്ലാം പുറകിൽ നിൽക്കാനാണ് താല്പര്യം. എന്തുകൊണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. വളർച്ചയുടെ പ്രാതിനിധ്യത്തിൽ സഭയ്ക്കും സമൂഹത്തിനും ഇന്ന് കുഞ്ഞുങ്ങൾക്കുള്ള ഇടം വളരെ കുറവായി വന്നുകൊണ്ടിരിക്കുന്നു. നാം മുന്നിലേക്ക് കടന്നു വരേണ്ടത് അനിവാര്യമാണ്. ഒരിക്കൽ കുഞ്ഞുണ്ണി മാഷ് ഇപ്രകാരം പറയുകയുണ്ടായി, മാങ്ങാ പറിക്കുവാൻ തോട്ടിയായപ്പോഴേക്കും, മാങ്ങാ ചെത്തുവാൻ കത്തിയായപ്പോഴേക്കും എന്തുകൊണ്ടോ നല്ല മാങ്ങകൾ ഇല്ലാതെയായി എന്ന്. മാങ്ങാ പറിക്കുവാൻ തോട്ടിയായപ്പോഴേക്കും, മാങ്ങാ ചെത്തുവാൻ കത്തിയായപ്പോഴേക്കും എന്തുകൊണ്ടോ നല്ല മാങ്ങകൾ ഇല്ലാതെയായി എന്ന്. ഇന്നിന്റെ അവസ്ഥയും അതല്ലേ പ്രിയമുള്ളവരെ? വളരുവാൻ സാഹചര്യങ്ങളായി, സോഷ്യൽ മീഡിയകളൊക്കെ ഏറെയായി, എങ്കിലും പ്രാർത്ഥനയ്ക്കോ മറ്റുള്ള കാര്യത്തിനോ നാം സമയം കണ്ടെത്തുന്നത് വളരെ കുറവായി മാറുന്നു. അതുകൊണ്ട് നല്ല കുഞ്ഞുങ്ങൾ ഇന്ന് രൂപപ്പെടുന്നത് വളരെ കുറവാണ്. ഇന്ന് പല പിതാക്കന്മാർക്കും ഉള്ളതുപോലെ കണ്ണുനീരിന്റെ കഥ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് പറയാനുണ്ടാകുമോ എന്ന് ചിന്തിക്കേണ്ടത് നാം അനിവാര്യമാണ്. കണ്ണുനീരിന്റെ, പ്രാർത്ഥനയുടെ, സഹനത്തിന്റെ ഒരു കഥ പറയുവാൻ ഉണ്ടാകുമോ എന്ന് നാം ഏറെ ചിന്തിക്കേണ്ടത് അനിവാര്യമായ ഒരു കാലമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, യൗവനത്തിലെ മക്കൾ നിന്റെ കയ്യിലെ അസ്ത്രം പോലെയാണെന്ന. നാം ഓരോരുത്തരും അസ്ത്രം കൊണ്ട് അതിന്റെ മക്കളെ രൂപപ്പെടുത്തുവാൻ ഇന്നത്തെ പ്രാർത്ഥന കൊണ്ട് നാം ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ്. യേശുദമ്പുരാൻ തന്റെ കുഞ്ഞുങ്ങളെ അടുക്കലേക്ക് വിളിക്കുന്നു. എന്തുകൊണ്ടോ യേശുദമ്പുരാൻ കുഞ്ഞുങ്ങളോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്നത്? എന്തുകൊണ്ടോ യേശുവിൻ ദേവാലയത്തിലേക്ക് പോകുമ്പോ 3-ാം ദിവസം കണ്ടെത്തുന്നു, അവിടെ കാണാതാകുന്നുവെങ്കിലും 3-ാം ദിവസം യേശുദമ്പുരാനെ കണ്ടെത്തുകയാണ്. ആ ഒരു വേദന യേശുദമ്പുരാൻ അറിഞ്ഞത് കൊണ്ടായിരിക്കണം. എന്തുകൊണ്ടോ കുഞ്ഞുങ്ങളോട് ഏറെ വാത്സല്യവും ഏറെ സ്നേഹവും യേശുദമ്പുരാൻ കാണിച്ചിരുന്നു. മലമുകളിലേക്ക് കയറി പോകുമ്പോ പോലും യേശുവിൻകാരായ സ്ത്രീകളോട് പറഞ്ഞത്, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുവാൻ. പ്രാർത്ഥനയാൽ രൂപപ്പെടുന്ന ഒരു ഭാവി സമൂഹത്തെ വാർത്തെടുക്കുവാൻ നമുക്ക് ഇടയാകണം. അതിനായി ഉതകുന്ന കുഞ്ഞുങ്ങൾ ഇന്നിന്റെ സമൂഹം മുതലേ രൂപപ്പെട്ടു വരണം. അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടത്, വളം കൊണ്ടും വെള്ളം കൊണ്ടും സൂര്യപ്രകാശം കൊണ്ട് മരങ്ങൾ രൂപപ്പെടുന്നത് പോലെ നല്ല ഉപദേശം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സമൂഹത്തിന്റെ ചുറ്റുമുള്ള ഉപയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നാം വളർന്നു വരേണ്ടത് അനിവാര്യമാണ്. നാം ചിന്തിക്കുക, രവീന്ദ്രനാഥ് once said, we have many opportunities, but utilization is slow. So we should utilize every opportunities to become tomorrow's role models. ഒരിക്കലൊരു കഥ ഇപ്രകാരമാണ്.
ഒരു പണ്ട് കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നല്ലോ. ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷം ശിഷ്യന്മാർ സ്വഭവനത്തിലേക്ക് മടങ്ങുവാൻ ഇരിക്കെ ഗുരു 2 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചിട്ട് അവരെ 2 മുറികളിലേക്ക് കൊണ്ടുപോയി. ഇതാ നിങ്ങളുടെ 2 മുറി എന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ അല്പം പണം നൽകി. ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നത് കൊണ്ട് അത് ഗ്രാമമായിരുന്നു. അവർക്ക് പട്ടണവുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഏറെ കാലമായി ഇരിക്കുകയാണ്. ശിഷ്യന്മാർ പട്ടണത്തിലേക്ക് പോവുകയാണ്. അവരാലോചിച്ച് എന്ത് ചെയ്യാനായി തുച്ഛമായ പണം കൊണ്ട് അവരെന്ത് ചെയ്യും? അവർ പട്ടണത്തിലേക്ക് പോയി ഓരോ കടയും കയറി ഇറങ്ങി. അവർക്ക് തക്ക സാധനം ലഭിക്കുന്നില്ല. ലഭിക്കാത്തത് കൊണ്ട് അവർ കയറി ഇറങ്ങി. ആദ്യത്തെ ശിഷ്യൻ വിചാരിച്ചു, ഒരു മനുഷ്യൻ വേസ്റ്റ് കുമ്പാരം കൊണ്ട് ഇങ്ങനെ പോവുകയാണ്, അദ്ദേഹത്തിന് ഈ പണം നൽകിയാൽ തുച്ഛമായ പണം അദ്ദേഹം സ്വീകരിക്കുമല്ലോ, ഞാൻ ഈ വേസ്റ്റും കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് അദ്ദേഹം ഗുരുകുലത്തിലേക്ക് പോയി. അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന ഏർപ്പാടാക്കിയിരുന്ന മുറിയിൽ അദ്ദേഹം ആ വേസ്റ്റ് എല്ലാം നിറച്ചു. രണ്ടാമത്തെ ശിഷ്യനാകട്ടെ, അദ്ദേഹം ആലോചിച്ചു, എന്തുകൊണ്ട് ഞാൻ ഈ മുറി നിറയ്ക്കും? അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചിരിക്കെ ഒരു മെഴുകുതിരി കത്തിച്ച്, സാമ്പ്രാണിത്തിരികൾ കത്തിച്ച് അദ്ദേഹം രാമായണം തുറന്നു വെച്ച് അവിടെ ഇരുന്ന് വായിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമുക്ക് ഉപദേശം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നുവെങ്കിലും എവിടെ എത്തുന്നുവെന്നും എന്ത് തിരിച്ചറിയണമെന്നും ഉള്ള ഒരു ബോധം കൂടി, മൂല്യബോധം കൂടി കൈമറിഞ്ഞു കൊടുക്കുവാൻ കൂടി നമുക്ക് ഇടയാകണം. ഇവിടെ 2 ശിഷ്യന്മാരും ഗുരുകുലത്തിൽ പഠിച്ചു. 2 ശിഷ്യന്മാരും അവർക്ക് വേണ്ടതെല്ലാം ഗ്രഹിച്ചു. പക്ഷെ നന്മ തിരഞ്ഞെടുക്കുവാൻ ഏത് ശിഷ്യന് സാധിച്ചു എന്ന് നാം ആലോചിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ അത് നാം ചിന്തിക്കേണ്ടതും അനിവാര്യം തന്നെ. നാം എല്ലാം പള്ളികളിലേക്ക് വരുന്നു. എങ്ങനെയാ പള്ളികളിലേക്ക് വരിക? ഏകനായി വരുന്നു. പക്ഷെ കുടുംബമായി വരുന്നു എന്നത് ഉണ്ടോ എന്ന് നാം ആലോചിക്കേണ്ട ഒരു വസ്തുതയാണ്. സ്വർഗത്തിന്റെ 2ാം പതിപ്പെന്നാണ് സ്വർഗത്തെ അറിയപ്പെടുന്നത്. മാതാവും പിതാവും കുഞ്ഞും ഒരുമിച്ച് കൂടി ഒരു ദേവാലയത്തിലേക്ക് വരുമ്പോൾ 7 പ്രാവശ്യം പുരോഹിതൻ പരിശുദ്ധ ത്രോണോസിൽ നിന്ന് തരുന്ന അനുഗ്രഹങ്ങൾ, കാസാപിലാസമേൽ ആഘോഷിച്ചുകൊണ്ട് നമുക്ക് തരുന്ന ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഏകനായി വന്നാൽ പ്രാപിക്കാൻ പറ്റുമോ എന്ന് നാം ആലോചിക്കേണ്ടത് അനിവാര്യമാണ്. കൂട്ടുകുടുംബത്തിലേക്ക് വരുമ്പോൾ പണ്ട് കാലത്ത് ദേവാലയത്തിൽ പോകുന്നത് ഒരു പ്രധാന വസ്തുതയായിരുന്നു. കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ അതുകൊണ്ട് സഭയോടും സമൂഹത്തോടും ഒക്കെ ഒരു വലിയ പ്രതിബദ്ധതയുള്ളതായി തോന്നാറുണ്ട്. പക്ഷെ ഇന്നോ ഞാനെന്ന ഭാവം വളർന്നു വരികയാണ്. എവിടെയാ മറ്റുള്ളവരെ ചിന്തിക്കുവാനും സമൂഹത്തെ കാണുവാനും വളർച്ചയുടെ ഉതകുന്ന ഒരു രീതിയിലേക്ക് വരുവാനും നമുക്ക് ഇടയാകുന്നില്ല. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. നാളെയുടെ കാലത്ത് നല്ല സമൂഹങ്ങളെ വാർത്തെടുക്കുവാൻ നമുക്ക് ഇടയാകണം. 2 കാര്യങ്ങളാണ് ഇവിടെ ശിഷ്യന്മാരോട് ക്രിസ്തു പറയുന്നത്. 2 കാര്യങ്ങൾ. ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ശിശുക്കളോട് മുതിർന്നവരാകാൻ യേശുദമ്പുരാൻ കൽപ്പിച്ചില്ല. കാരണം എന്തെന്നറിയാമോ? മുതിർന്നവരുടെ സ്വഭാവം യേശുദമ്പുരാൻ അറിയാം. പക്ഷെ കുഞ്ഞുങ്ങളാകട്ടെ നിഷ്കളങ്കരാണ്. ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ കരയുമ്പോ നമ്മുടെ കൂടെ അവർ കരയും. നമ്മൾ ചിരിക്കുമ്പോ നമ്മുടെ കൂടെ അവർ ചിരിക്കും. അത് നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് വരുന്ന ചിരിയും കരച്ചിലുമാണ്. പക്ഷെ നമ്മളുടെയൊക്കെ ചിരിയും കരച്ചിലും ആയിക്കൊള്ളട്ടെ, മറ്റുള്ളവരുടെ ദുഃഖത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ വേദന എന്റെ വേദന എന്ന് കരുതുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നാളെയുടെ സമൂഹത്തിന് പകർന്നു നൽകുന്ന മൂല്യബോധത്തിൽ ഇതൊന്നാമതായിരിക്കും. മറ്റുള്ളവരെ കരുവാൻ. ഇതാ ഞാൻ നിങ്ങൾ നടന്നു പോകുമ്പോ വേറൊരു മതസ്ഥൻ പറയുക, ഇതാ ക്രിസ്ത്യാനി നടന്നു പോകുന്നു എന്ന് പറയുവാൻ സാധിക്കുന്നുണ്ടോ? ഇതാ യേശുവിന്റെ അനുയായി നടന്നു പോകുന്നു എന്ന് പറയുവാൻ സാധിക്കുന്നുണ്ടോ? നാളെയുടെ തലമുറകളായി നിങ്ങൾ വാർത്തെടുക്കുമ്പോ, നിങ്ങൾ വാർത്തെടുക്കുമ്പോ അധ്യാപകർക്കും മാതാപിതാക്കന്മാർക്കും ഉണ്ടാകേണ്ട ഒരു പ്രധാന ബോധമാണ്, നാളെ എന്റെ കുഞ്ഞ് നടന്നു പോകുമ്പോ ഇത് ക്രിസ്തുവിന്റെ അനുയായി എന്ന് സാക്ഷീകരിക്കുവാൻ, ഇവനും അബ്രഹാമിന്റെ മകൻ എന്ന് സാക്ഷീകരിക്കുവാൻ എന്റെയും നിങ്ങളുടെയും ഭവനത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക്, ഞാനടങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നത് ചിന്തിക്കേണ്ടത് അനിവാര്യമായ കാലമാണ്. ഇവിടെ 2 കാര്യങ്ങൾ പറയുമ്പോൾ, കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, let children come near me എന്നാണ് ക്രിസ്തു ആദ്യം തമ്പുരാൻ പറയുന്നത്. തമ്പുരാൻ ആദ്യം അത് പറയുമ്പോ കുഞ്ഞുങ്ങളെ ദൈവനാമത്തിൽ സ്വീകരിക്കുക. Receive children in my name, in God's name എന്നാ പറയുന്നത്. ദൈവം തരുന്ന ഓരോ വരദാനങ്ങളും, ദൈവം തരുന്ന ഓരോ അനുഗ്രഹങ്ങളും ദൈവനാമത്തിൽ സ്വീകരിക്കാൻ. അത് എന്തായിക്കൊള്ളട്ടെ. ചിലപ്പം അല്പം ബുദ്ധിക്കുറവുണ്ടായിരിക്കാം, ചിലപ്പോൾ അല്പം പ്രശ്നങ്ങളുണ്ടായിരിക്കാം, അനുസരണക്കേടുള്ളവരായിരിക്കാം. എങ്കിലും ദൈവനാമത്തിൽ സ്വീകരിക്കുവാൻ, ദൈവം തന്നത് അനേകായിരങ്ങൾക്കില്ലാതെ ഇരിക്കുമ്പോ ദൈവനാമത്തിൽ തന്നതിനെ സ്വീകരിക്കുവാൻ. ഏറെ പ്രായം ചെന്നിട്ടും സക്കറിയ പുരോഹിതനും എലിശബെത്തിനും
യോഹന്നാൻ വാഗ്ദാനമായി കിട്ടിയതുപോലെ എനിക്കും നിങ്ങൾക്കും ദൈവം തരുന്ന കൃപകളെയും മക്കളെയും മാതാപിതാക്കന്മാരെയും തന്ന ഓരോ സമ്പത്തിനെയും ദൈവനാമത്തിൽ സ്വീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഉതകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമായ വസ്തുതയാണ് പ്രിയമുള്ളവര്. 2, ഡോണ്ട് ഹിൻഡർ ദം. ഡു നോട്ട് ഹിൻഡർ ദം. അവരെ തടയരുത്. ഇന്ന് സ്കൂളിലായാലും സമൂഹത്തിലായാലും ഏറെ കേൾക്കുന്ന ഒരു കാര്യമാണ് നോ. പക്ഷെ അത് എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. ഒരു കുഞ്ഞിനെ ഒരു പിതാവ് ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ കുഞ്ഞിങ്ങനെ, എടാ ഞാൻ പറയുന്നതല്ലോ നീ കേൾക്കുന്നുണ്ടോ? എടാ ഞാൻ പറയുന്നതല്ലോ നീ കേൾക്കുന്നുണ്ടോ? അറ്റ് ലാസ്റ്റ് ഹി ടോൾഡ്, അപ്പ ഐ വാണ്ട് ടു വിയർ യുവർ ഷൂസ്. അപ്പൊ ഐ വാണ്ട് ടു വിയർ യുവർ ഷൂസ്. അപ്പനെ കണ്ടുപഠിക്കുവാൻ, അവന്റെ കൂടെ നടക്കുവാൻ ആ കുഞ്ഞിന് ആണ് ആഗ്രഹം. അല്ലാതെ അത് കേട്ടു വളരുവാനല്ല, അത് കണ്ടുപഠിക്കുവാനാണ് ആ കുഞ്ഞിന് ആഗ്രഹം. അതുകൊണ്ട് അധ്യാപകരും മാതാപിതാക്കന്മാരെയും കുഞ്ഞുങ്ങൾ കണ്ടു വളരുവാൻ, മൂല്യബോധം അവരിലേക്ക് പകർന്നു നൽകുന്നതിന് പകരം കാട്ടിക്കൊടുക്കുവാൻ, ഇതാണ് നന്മ എന്ന് തിരിച്ചറിയുവാൻ, എന്റെ പിതാവിനെ കാട്ടിത്തന്നു എന്ന് നാളെ ഭാവിയുടെ തലമുറ സാക്ഷീകരിക്കുവാൻ ഇടയാകണം. ഫാമിലി ഇസ് ദ സെക്കൻഡ് ബ്ലെസ്സിംഗ് എന്നാണ് പറയുന്നത്. രണ്ട് കുടുംബത്തിലെ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധ 2 കുടുംബത്തിലേക്ക് തിരിക്കുക. ഒന്ന് നസ്രത്തിലെ കുടുംബവും. നസ്രത്തിലെ കുടുംബം എവിടെയാണ് കാണപ്പെടുന്നത്? പുതിയ നിയമത്തിലെ ആദ്യ ഭാഗത്തില് നസ്രത്തിലെ കുടുംബം കാണപ്പെടുന്നത്. പഴയ നിയമത്തിന്റെ ആദ്യ ഭാഗത്ത് ഏത് കുടുംബമാണ് കാണപ്പെടുന്നത്? കാണപ്പെടുന്നത് ഏദനിലെ കുടുംബം. ഏദനിലെ കുടുംബം ആരൊക്കെ ഉണ്ടായിരുന്നു? ഏദനിലെ കുടുംബത്തിൽ ആദം, ഹവ്വ, അവരുടെ മക്കളുണ്ടായിരുന്നു. മക്കളായ കയീനെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഏദനിലെ കുടുംബത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ദൈവത്തോട് അനുസരണക്കേട് കാട്ടിയിരുന്നു, ദൈവത്തോട് മറച്ചു വെച്ചു, ദൈവം വിളിച്ചപ്പോൾ ഒളിച്ചിരുന്നു, ദൈവത്തോട് സ്വയം ന്യായീകരിച്ചു, തമ്മിൽ പഴിചാരി. ആദമിനോട് ചോദിച്ചപ്പോ ഹവ്വയാണ് എനിക്ക് തന്നതെന്നും പറഞ്ഞ്, പക്ഷെ ആദമിനുള്ള വിവേചന ശക്തി ദൈവം നൽകിയിരുന്നു. എങ്കിലും ഹവ്വയെ അവിടെ പഴിചാരി ആദം. രണ്ടാമത്തെ കുടുംബം ഏതായിരുന്നു? നസ്രത്തിലെ കുടുംബം. നസ്രത്തിലെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ജോസഫ്, മറിയ, യേശു. ആദിയിലെ ഏതിന്റെ കുടുംബത്തിലെ അതേ സ്വഭാവം തന്നെ കയ്യിലും കാട്ടി, ദൈവത്തോട് സ്വയം ന്യായീകരിച്ചു. പക്ഷെ നസ്രത്തിലെ കുടുംബത്തിൽ എന്ത് സംഭവിച്ചു? സ്വയം സമർപ്പിതരായി, സ്വയം അനുസരണമുള്ളവരായി, തന്നെത്താൻ താഴ്ത്തി, ദൈവത്തോട് കൃപകൾ ചോദിച്ചു വാങ്ങുന്നവരായി അവിടെ നസ്രത്തിലെ കുടുംബം നമുക്ക് ഉത്തമ ഉദാഹരണമായി മാറുകയാണ്. എന്റെയും നിങ്ങളുടെയും കുടുംബം ഏതിലെ കുടുംബമോ നസ്രത്തിലെ കുടുംബമോ? എന്റെയും നിങ്ങളുടെയും കുടുംബം ഏതിലെ കുടുംബമോ നസ്രത്തിലെ കുടുംബമോ? നസ്രത്തിലെ കുടുംബത്തിലെ മകന്റെ പേരെന്ത്? യേശു. അവിടെ യേശു എങ്ങനെയാണ് വളർത്തപ്പെട്ടത്? അനുസരണത്തിലും ദൈവഭയത്തിലും മറ്റുള്ളവർക്ക് മാതൃകയായി ആര് വളർന്നു വന്നു? യേശു വളർന്നു വന്നു. അതുകൊണ്ട് യേശു ഇന്നും നമുക്ക് അവന്റെ മാതാപിതാക്കളുടെ പേരുമൂലവും യേശുവിന്റെ പേരുമൂലവും ഉത്തമ ഉദാഹരണമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് യേശു. പക്ഷെ കയ്യിലാകട്ടെ നമുക്ക് ഉത്തമ ഉദാഹരണമാണോ? അല്ല. എനിക്കും നിങ്ങൾക്കും ഉത്തമ ഉദാഹരണമല്ല കയ്യിൽ. അതുകൊണ്ട് വളർത്തപ്പെടുന്ന തലമുറകൾ എങ്ങനെയായിത്തീരണം? എന്റെയും നിങ്ങളുടെയും കുടുംബം എങ്ങനെയായിത്തീരണം? നസ്രത്തിലെ കുടുംബമോ ഏതിലെ കുടുംബമോ? ക്രിസ്മസ് അടുത്ത് വരികയാണ്, ന്യൂ ഇയർ അടുത്ത് വരികയാണ്. ഇനി നമുക്ക് റെസൊല്യൂഷൻസിന്റെ കാലമല്ലേ? ന്യൂ ഇയർ അടുത്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? റെസൊല്യൂഷൻസ് എടുക്കും. പക്ഷെ അത് പാലിക്കപ്പെടുന്നുണ്ടോ? ജനുവരി 1 വരെ നമ്മളത് ഞാൻ ചെയ്യും എന്നൊക്കെ ആലോചിക്കും, പിന്നെ നമ്മളത് കൈവിട്ടു പോകും. പിന്നെ ശങ്കരൻ പിന്നെയും തെങ്ങില്ല. അതുകൊണ്ട് നാം ഒന്നും പാലിക്കാറില്ല. ഇനിയുള്ള 25 ദിവസം, ഇനിയുള്ള 20 ദിവസം എൽദോ നോമ്പിന്റെ കാലഘട്ടമായത്. നമുക്ക് കുടുംബമായി നോമ്പ് നോൽക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ നോമ്പ് നോക്കുവാൻ ശീലിപ്പിക്കുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. നാം ഓർത്തഡോക്സ് സഭയുടെ അംഗങ്ങളായിരിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും എന്റെ സഭയിലെ വിശ്വാസം, എന്റെ സഭയിലെ പാരമ്പര്യം, എന്റെ സഭയുടെ അനുഷ്ഠാനങ്ങൾ നാം കൈവിട്ടു പോകരുത്, നാം മറിഞ്ഞു പോകരുത്. പരിശുദ്ധ സഭയുടെ മാമോദീസ തൊട്ടിയിൽ നിന്ന് നാം പ്രാപിച്ച അനുഗ്രഹങ്ങൾ, സഭയുടെ ത്രോണോസിൽ നിന്ന് ഏതിന്റെ ആദമനൽ പോലും ലഭിക്കാത്ത പറുദീസയിൽ ആദം രുചി നോക്കാത്ത ഫലം നമുക്ക് ലഭിച്ച ഈ ത്രോണോസിൽ നിന്ന് പ്രാപിക്കുന്ന അനുഗ്രഹങ്ങൾ ഞാനും നിങ്ങളും ഭാവി തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. ഏത് സഭയും മറ്റുള്ളവരെ മാടി വിളിക്കുമ്പോൾ എന്റെ സഭ, എന്റെ വിശ്വാസം എന്ന് കുഞ്ഞിനെ തൊട്ടേ പ്രബോധിപ്പിച്ചുകൊണ്ട് വളർത്തിയാൽ ആരും കൈവിട്ടു പോകുകയില്ല എന്നുള്ള വിശ്വാസം എന്റെ കൂടെയുണ്ട്. എന്റെ സഭ എന്നൊരു ഉത്തമ ബോധ്യം നമുക്ക് വേണം.
സഭയായാലും കുടുംബമായാലും മാതാപിതാക്കളെ ആയാലും ചേർത്ത് നിർത്തി മുന്നോട്ട് നീങ്ങുവാൻ ഏത് കുഞ്ഞിനാണെങ്കിലും സാധിക്കാൻ ഇന്നത്തെ പരിശുദ്ധ റൂഹ ഇന്നു മുതൽ പരിശുദ്ധ റൂഹ നമ്മെ ഇടയാക്കണം. നസ്രത്തിലെ കുടുംബമായി തീരുവാൻ നമുക്ക് ഇടയാകണം. ഈ നോമ്പ് അനുഷ്ഠാന കാലഘട്ടത്തിൽ നാം ചിന്തിക്കണം എന്നിലെ അഹങ്കാരത്തെ. 20 ദിവസം നമുക്ക് ഓരോ ബോക്സിലേക്ക് നമ്മുടെ ഓരോ സാധനങ്ങളും നിക്ഷേപിക്കാം. നമുക്ക് പുൽക്കൂടുകൾ ഒരുക്കപ്പെടുമല്ലേ? പുൽക്കൂടുകൾ ഒരുക്കുമ്പോ നമ്മളൊക്കെ വെളിയിലാണ് ഒരുക്കുന്നത്, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരുക്കുന്നത് എന്തെന്ന് നമ്മൾ ആലോചിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് പുൽക്കൂടുകൾ സ്വർഗത്തിലെ വിശ്വാസവരാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ ഇടം ഒരുക്കുന്നവരായി നാം മാറുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് അനിവാര്യമായ കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ 20 ദിവസങ്ങൾ നമുക്ക് നന്മയുടേതാക്കി മാറ്റാം, ചിന്തയുടേതാക്കി മാറ്റാം. ന്യൂ ഇയർ വരുമ്പോഴേക്കും ഒരുങ്ങി ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ മൂലം നമ്മെ ഇടയാക്കട്ടെ. വളർന്നു വരുന്ന ഒരു തലമുറ അനുഗ്രഹത്തിന് മുഖാന്തരമായി മാറുവാനും ദേശത്തിന് അനുഗ്രഹമായി മാറുവാനും തടയാതെ നന്മ പറഞ്ഞു കൊടുത്ത് തടയുന്നത് പോലും അവർ നന്മ വിവേചിക്കപ്പെടുവാനും നാളെയുടെ സമ്പത്തായി മാറുവാനും ദുഷ്കാലത്തിൽ നന്മ തിരിച്ചറിയുന്നവരും മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരുമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ മൂലം നസ്രത്തിലെ കുടുംബമായി തീരുവാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ പ്രസംഗത്തിൽ നിന്നും വിരമിക്കുന്നു. നിങ്ങൾക്ക് എന്റെ നന്ദി നമസ്കാരം അറിയിക്കുന്നു. ഒരു നിമിഷം let me take this opportunity to thank respected HMs